പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഡോക്ടർ സുജ സതീഷ്, കവിയും ഗാനരചയിതാവും എഴുത്തുകാരിയുമാണ്. നമുക്കറിയാം, ഇന്നത്തെ സമൂഹം നാം ഒരിക്കൽ സ്വപ്നം കണ്ടതുപോലെ അത്ര മനോഹരമല്ല. നമ്മൾ കാണുന്ന വാർത്തകളിലും സോഷ്യൽ മീഡിയയിലും വിനോദ മാധ്യമങ്ങളിലൊക്കെയും ഒരു വലിയ മൂല്യച്യുതിയുടെ പ്രതിഫലനം വ്യക്തമാണ്. മൂല്യങ്ങൾ മാഞ്ഞു പോകുന്ന കാലമാണിത്. പുതിയ തലമുറയുടെ മനസ്സുകളിൽ മാനവികതയ്ക്ക് പകരം ട്രെൻഡ് എന്ന വാക്കാണ് സ്ഥാനമെടുത്തിരിക്കുന്നത്. പണവും പ്രശസ്തിയും നേടാനുള്ള ഓട്ടത്തിനിടയിൽ തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കുന്നവരുടെ എണ്ണം ദിവസേന വർദ്ധിക്കുന്നു. ഇന്ന് സ്ത്രീകളാണ് അധികവും സാമൂഹ്യ മാധ്യമങ്ങളിൽ അസഭ്യ പ്രചാരണങ്ങളിലൂടെ പണം സമ്പാദിക്കണമെന്നതിനെ അഭിമാനമായി കാണുന്നത്. ഇത്തരം പ്രവണതകൾ സമൂഹത്തിന് തെറ്റായ ആശയങ്ങൾ പകരുകയും നമ്മുടെ സംസ്കാരത്തിന്റെ മൂല്യബോധത്തെ തകർക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇരുളിന്റെ നടുവിലും ചില പ്രകാശങ്ങൾ ഇപ്പോഴും തെളിഞ്ഞു കിടക്കുന്നു. മനുഷ്യനെ വീണ്ടും വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ചില ജീവിത കഥകൾ, നമ്മെ ഉയർത്തുന്ന ചില കരുത്തിന്റെ കഥകൾ. അതാണ് ഞാനിന്ന് തുടങ്ങുന്ന ലോക പ്രശസ്തരുടെ ജീവിത കഥകൾ, ജീവിതം പഠിപ്പിച്ച പാഠങ്ങൾ എന്ന ഈ പരമ്പര. ഇത് യഥാർത്ഥ വിജയം എവിടെ നിന്നാണ് ജനിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു യാത്രയാണ്. പണം കൊണ്ടോ സൗന്ദര്യത്താലോ പ്രസിദ്ധിയാൽ ലോകത്തെ വിസ്മയിപ്പിച്ചവരെ കുറിച്ചല്ല, മറിച്ച് ജീവിതത്തിന്റെ കഠിനമായ വഴികളിലൂടെ സഞ്ചരിച്ച് മൂല്യങ്ങളാൽ ഉയർന്നവരെ കുറിച്ചാണ്. ഇന്ന് ലോകം നന്മയെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നില്ല, തെറ്റിനെയാണ് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത്. ആരെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് ലൈക്കും കമന്റും വലിയ തോതിൽ ലഭിക്കുന്നു. ഇതൊരു വലിയ സാമൂഹിക രോഗമായി മാറിയിരിക്കുകയാണ്. അശ്ലീലതയാണ് ഇപ്പോൾ പ്രാധാന്യം നേടുന്നത്. സുഹൃത്തുക്കളെ, പുതിയ തലമുറയെ നന്മയുടെ പാതയിലേക്ക് കൈപിടിച്ച് നടത്തേണ്ട ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ലോക പ്രശസ്തരുടെ വിജയകഥകൾ, ജീവിതം പഠിപ്പിച്ച പാഠങ്ങൾ എന്ന എന്റെ ഈ പരമ്പര നിങ്ങൾ കാണുകയും കേൾക്കുകയും മറ്റുള്ളവരെ കേൾക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക. കാരണം കഥകളിൽ കരുത്തുണ്ട്, ജീവിതം മാറ്റാനുള്ള പ്രചോദനമുണ്ട്. ഒരു പുതിയ സമൂഹം പുനർനിർമ്മിക്കാനുള്ള എന്റെ ഈ എളിയ ശ്രമത്തിന് എല്ലാവരുടെയും പിന്തുണയും പ്രോത്സാഹനവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കിടാൻ പോകുന്നത് സത്യസന്ധതയാൽ, പരിശ്രമത്താൽ, ദൈർഘ്യമുള്ള വിശ്വാസത്താൽ ലോകത്തെ പ്രചോദനമാക്കി മാറ്റിയവരിൽ ഒരാളായ ഒരു മഹത്തായ സ്ത്രീരത്നത്തെക്കുറിച്ചാണ്. ദാരിദ്ര്യത്തിന്റെയും വേദനയുടെയും ഇരുണ്ട വഴികളിൽ നിന്നും ലോകത്തിന്റെ ഹൃദയങ്ങളിൽ പ്രതീക്ഷയുടെ അഗ്നി തെളിയിച്ച അത്ഭുത നാരി ഓപ്ര വിൻഫ്രെ. മിസിസിപ്പിയിലെ ഒരു ചെറു ഗ്രാമത്തിൽ തുടങ്ങി അവരുടെ ജീവിതം എങ്ങനെ ലോകമൊട്ടാകെ പ്രചോദനമായി മാറി എന്ന് നമുക്ക് കേൾക്കാം. ഓപ്ര വിൻഫ്രെ. മിസിസിപ്പിയിലെ ഒരു ചെറു ഗ്രാമത്തിൽ ജനിച്ച ഒരു പെൺകുഞ്ഞായിരുന്നു ഓപ്ര വിൻഫ്രെ. അവളുടെ ബാല്യകാലം വേദനയുടെയും ദാരിദ്ര്യത്തിന്റെയും നിഴലുകളിലായിരുന്നു. പിതാവ് കൂടെ ഇല്ലാതിരുന്നതിനാൽ അമ്മ ഒറ്റയ്ക്കാണ് അവളെ വളർത്തിയിരുന്നത്. ദിവസങ്ങൾ കടന്നുപോയത് പോരാട്ടങ്ങളിലൂടെയായിരുന്നു. മിക്ക രാത്രികളിലും ഭക്ഷണം കിട്ടിയിരുന്നില്ല. നാമമാത്രമായ വസ്ത്രം മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. അതിനാൽ തണുപ്പിൽ വിറയ്ക്കുന്ന ദിനങ്ങളായിരുന്നു കൂടുതലും. പഴയ വസ്ത്രങ്ങൾ ധരിച്ച് സ്കൂളിൽ പോയപ്പോ സഹപാഠികൾ അവളെ പരിഹസിച്ചിരുന്നു. പക്ഷേ അതൊന്നും അവളുടെ ഉള്ളിലെ സ്വപ്നങ്ങളെയും ആത്മവിശ്വാസത്തെയും തകർത്തില്ല. ജീവിതം അവളെ കഠിനമായി പരീക്ഷിച്ചു. ബാല്യകാലത്ത് നേരിട്ട പീഡനങ്ങൾ വെറും 14-ാം വയസ്സിൽ അവരെ ഗർഭിണിയാക്കി. ആ കുഞ്ഞിന്റെ ജനനവും ഉടനെ എത്തിയ മരണവാർത്തയും അവരുടെ ഹൃദയത്തെ തകർത്തെറിഞ്ഞു. അവിടെ തന്നെ അവളുടെ ജീവിതം അവസാനിക്കുമെന്ന് കരുതിയവർ ധാരാളമായിരുന്നു. പക്ഷേ അവർ അവസാനിച്ചില്ല, അവർ പുനർജനിച്ചു. ആ വേദന തന്നെയാണ് അവരെ കരുത്തുള്ള സ്ത്രീയാക്കി മാറ്റിയത്. ജീവിതം വേദനയിൽ നശിക്കേണ്ടതല്ല, അവയെ മറികടന്ന് ഉയരാനുള്ള വേദിയാക്കി മാറ്റേണ്ടതാണെന്ന് അവർ മനസ്സിലാക്കി. തുടർന്ന് വിൻഫ്രെ പിതാവിനോടൊപ്പം താമസിച്ചു. അദ്ദേഹം കഠിനമായ ശിക്ഷയും സ്നേഹവും ചേർത്ത് അവളെ വളർത്തി. അദ്ദേഹം പറഞ്ഞു, നിന്റെ ഭാവി തീരുമാനിക്കേണ്ടത് മറ്റുള്ളവരല്ല, നീ തന്നെയാണ് നിന്റെ വഴി നിർണയിക്കേണ്ടത്. ഈ വാക്കുകൾ ഓപ്രയുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു. വിദ്യാഭ്യാസത്തിൽ അവർ അതുല്യമായി മുന്നേറി. പ്രസംഗ മത്സരങ്ങളിൽ വിജയിച്ചപ്പോൾ തന്റെ ശബ്ദത്തിന്റെ ശക്തി അവർ തിരിച്ചറിഞ്ഞു.
അവരുടെ വാക്കുകളിൽ കരുണയും അനുഭവവും സത്യവും നിറഞ്ഞിരുന്നു. ഒരു ദിവസം ഓപ്രയ്ക്ക് അങ്ങനെ അവസരം ലഭിച്ചു. AM ചിക്കാഗോ എന്ന ചെറിയ ടോക്ക് ഷോയുടെ അവതാരകയായി. ആ പരിപാടി തുടക്കത്തിൽ സാധാരണമായ ഒന്നായിരുന്നു. പക്ഷേ ഓപ്രയുടെ ഹൃദയസ്പർശിയായ അവതരണ ശൈലി ആളുകളുടെ മനസ്സുകളിൽ പിടിച്ചുപറ്റി. അവർ സംസാരിച്ചത് പ്രശസ്തരെ കുറിച്ചല്ല, മറിച്ച് സാധാരണ മനുഷ്യരുടെ ജീവിതം, വേദന, പ്രതീക്ഷ എന്നിവയെക്കുറിച്ചായിരുന്നു. അവരുടെ വാക്കുകളിൽ ആളുകൾക്ക് സ്വന്തം കഥയുടെ പ്രതിഫലനം കാണാനായി. ചെറു ടോക്ക് ഷോ പിന്നീട് ലോക പ്രശസ്തമായ ദ ഓപ്ര വിൻഫ്രേ ഷോ ആയി മാറുകയായിരുന്നു. അവരുടെ പരിപാടി വായനയെയും ആത്മപരിശോധനയെയും ആത്മവിശ്വാസത്തെയും ജീവിത മൂല്യങ്ങളെയും ലോകത്തിന് പരിചയപ്പെടുത്തി. കോടിക്കണക്കിന് ആളുകളെ തങ്ങളുടെ ജീവിതം പുതുക്കിയെടുക്കാൻ പ്രചോദിപ്പിച്ചു. ഓപ്രയുടെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: പ്രതിസന്ധികളും ദൗർഭാഗ്യങ്ങളും നമ്മെ തകർക്കാനല്ല, നമ്മെ ഉയർത്താനാണ്. അവർ പറഞ്ഞു, ടേൺ യുവർ വൂൺസ് ഇൻടു വിസ്ഡം. നിന്റെ മുറിവുകളെ ബുദ്ധിയാക്കി മാറ്റുക. ജീവിതം അവരെ പണത്തിലും പ്രശസ്തിയിലും മാത്രമല്ല, മാനുഷികതയിലും കരുണയിലും ഉയർത്തി. ഓരോ പരിപാടിയും അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള സത്യസന്ധതയുടെ പ്രതിഫലനമായിരുന്നു. ഇന്നും അവർ പറയുന്നത് അതേ വാക്കുകളാണ്. The greatest discovery of all time is that you can change your future by changing your attitude. അതായത്, നിന്റെ മനോഭാവം മാറ്റിയാൽ നിന്റെ ഭാവിയും മാറ്റാം. ഓപ്രയുടെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു: പ്രതിസന്ധിയെ നേരിടാൻ ധൈര്യമുണ്ടെങ്കിൽ ജീവിതം ഒരിക്കലും പരാജയമാവുകയില്ല. ഓപ്ര വിൻഫ്രേ നമ്മെ പഠിപ്പിക്കുന്ന പാഠം അതിപ്രസക്തമാണ്. ജീവിതത്തിലെ സങ്കടങ്ങളും ദൗർഭാഗ്യങ്ങളും അല്ല നമ്മെ നിർണയിക്കുന്നത്, മറിച്ച് നമ്മളിൽ മറഞ്ഞിരിക്കുന്ന കരുത്തിന്റെ പാതയാണ് അത് വെളിപ്പെടുത്തുന്നത്. സുഹൃത്തുക്കളെ, ഇതായിരുന്നു ലോക പ്രശസ്തരുടെ വിജയകഥകൾ, ജീവിതം പഠിപ്പിച്ച പാഠങ്ങൾ എന്ന എന്റെ പരമ്പരയിലെ ആദ്യ എപ്പിസോഡായ ഓപ്ര വിൻഫ്രയുടെ ഹൃദയസ്പർശക പ്രചോദന കഥ. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അതുല്യ പ്രതിഭയെ, ജീവിതം തന്നെ പാഠമാക്കിയ മറ്റൊരു മഹാത്മാവിനെ നമുക്ക് പരിചയപ്പെടാം. സുഹൃത്തുക്കളെ, നന്മയിലേക്കുള്ള ഈ യാത്രയിൽ നിങ്ങളുടെ ഏവരുടെയും പ്രോത്സാഹനവും പിന്തുണയും ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഒന്നുചേർന്ന് നന്മ പ്രചരിപ്പിക്കാം, നല്ലൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കാം. സസ്നേഹം, നിങ്ങളുടെ ഡോക്ടർ സുജ സതീഷ്.